വൻ തട്ടിപ്പുകൾ പുറത്തു വന്നിട്ടും ഹെയർ ട്രാൻസ്പ്ലാന്റിംഗ് മേഖലയിലെ സ്ഥാപനങ്ങൾക്കെതിരെ സംസ്ഥാന ഡെന്റൽ കൗൺസിൽ നടപടിയെടുക്കാത്തത് എന്താണ്? ഇത്തരം സ്ഥാപനങ്ങളെ വഴിവിട്ട് സഹായിക്കുന്നവർ ഡെന്റൽ കൗൺസിലിലും ഉണ്ടെന്നാണ് സൂചന. പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും നടപടിയെടുക്കുമെന്നുമാണ് അധികൃതരുടെ ഒഴുക്കൻ മറുപടി. 24 പരമ്പര അടിമുടി തട്ടിപ്പ്. BDS ഡോക്ടേഴ്സിന് റൈറ്റ് ഇല്ല, യഥാർത്ഥത്തിൽ MDSകാർക്കുണ്ട്. ഹെയർ പ്ലാന്റ് മേഖലയിൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ ചെയ്യാൻ BDS ഡോക്ടർമാർക്ക് അവകാശമില്ല എന്ന് സംസ്ഥാന ദന്തൽ കൗൺസിൽ രജിസ്ട്രാർ പറയുന്ന വാക്കുകളാണിത്. എന്നിട്ടും സംസ്ഥാനത്തെ ഭൂരിഭാഗം സ്ഥാപനങ്ങളിലും BDS ബിരുദം നേടിയവർ സങ്കീർണമായി ശസ്ത്രക്രിയ ചെയ്യുന്നു. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കൊച്ചിയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ റിപ്പോർട്ട് കൂടി കാണുക. ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നം ആരോഗ്യവകുപ്പിന്റെ മുന്നിലുള്ളപ്പോഴാണ് വഴിവിട്ട കൂട്ടുകെട്ടുകൾ മറയാക്കി ഗുരുതരമായ ഈ പ്രശ്നം മൂടിവെക്കപ്പെടുന്നത്. ഒരു ജീവൻ നഷ്ടപ്പെടാൻ വരെ സാധ്യതയുള്ള ഈ അലംഭാവത്തിന് കൂട്ടുനിന്നവരും നിയമപരമായി ചോദ്യം ചെയ്യപ്പെടണം. ഒരു തെറ്റ് സംഭവിച്ചാൽ തിരുത്തപ്പെടണം. ഒരു കുറ്റകൃത്യമാണെങ്കിൽ നിയമപരമായി വിചാരണ ചെയ്യപ്പെടുകയും വേണം. കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഹെയർ പ്ലാന്റിംഗ് സെന്ററുകളുടെ കാര്യത്തിൽ നിയമം നീതിപൂർവമായി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. S. ശ്യാംകുമാർ, 24, കൊച്ചി.